ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നമ്മുടെ അമരപ്പയർ, നമ്മളിവിടെ അമരയ്ക്ക എന്ന് പറയുന്നത് എല്ലാവരും കായ്ച്ചു തുടങ്ങി. റച്ച് കാച്ചിട്ടുണ്ട്. ഇതിനകത്തുണ്ടോ? ഞാൻ ഇപ്പം 4 മൂട വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതാ പൂത്ത് വരുന്നതേ ഉള്ളൂ. അടുത്തത് ഇത് കണ്ടോ, ഇതും കാച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അമരയ്ക്ക എടുക്കാം അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് അമരയ്ക്ക. നമ്മുടെ കറി വയ്ക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, നമ്മുടെ വീട്ടിൽ നടുന്ന അമരപ്പയർ വയ്ക്കുമ്പോൾ. ഇത് കൊത്തമര എന്നാണ് പറയുന്നതല്ലേ, പക്ഷെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പണ്ട് തൊട്ടേ അമരയ്ക്ക എന്ന് പറഞ്ഞ് ശീലമായി കേട്ടോ. അതാണ് ഞാനും അങ്ങനെ പറയുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ പേര് കൊത്തമര എന്ന് നമ്മൾ പഠിക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്ത കാരണമാണ് കേട്ടോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്ത. ഇതൊക്കെ ഇതാണ്ടോ, എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. നമ്മുടെ 2 കൈ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള അമരയ്ക്ക ഉണ്ടോ, നല്ല നീളമുണ്ട്. 2 ടൈപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നിനകത്തുള്ള വലിയ നീളമില്ല. ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ. എന്താ സന്തോഷമായിട്ടാ എനിക്ക്. നമ്മുടെ എന്തല്ല എത്രമാത്രം ബുദ്ധിമുട്ടിയാണെന്നറിയോ ഇത്രയൊക്കെ വെച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടില്ല ഇതൊക്കെ ചെയ്യുന്നത്. അത് കാരണം ഇങ്ങനെയൊക്കെ കിട്ടുമ്പം നമ്മുടെ സന്തോഷം എൻ്റെ അമരപ്പയർ വിളവെടുപ്പ് കണ്ടോ. നമ്മുടെ കൊത്തമര ഇത് കണ്ടോ.